ഞായറാഴ്ചയായിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ പരിപാടിയുമില്ലാതെ തേരാപ്പാര നടക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നത്. ചെന്ന് ഡോറ് തുറന്നു നോക്കുമ്പോൾ ദേ നമ്മുടെ ദുബായ്ക്കാരൻ അജാസ് ലീവിന് വന്നതാണ്. കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ട്. ആ പൊതിക്കകത്തുണ്ടായിരുന്നതാണ് ഈ 2 ടിൻ ടൂണ. ഇത് വെച്ച് എന്തുണ്ടാക്കുമെന്നുള്ള കൂലങ്കഷമായ ചർച്ചയ്ക്കൊടുവിൽ ബിരിയാണി എന്നൊരു തീരുമാനത്തിലെത്തി. ട്യൂണ വെച്ച് ഇതിനു മുമ്പും മറ്റുള്ള ഡിഷുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ബിരിയാണി എന്നുള്ള ഐറ്റം ആദ്യമായാണ്. എന്താകുമെന്ന് കണ്ടറിയാം. അപ്പോൾ ആദ്യം ഈ ടിൻ ഓപ്പൺ ചെയ്ത് ഒരു അരിപ്പയിലേക്കിട്ട് ഇതിലെ ഓയിൽ മുഴുവൻ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ട്യൂണ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് കുരുമുളക് ചതച്ചതും വളരെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ കാര്യമായ രീതിയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴണ്ടു വരുമ്പം 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴട്ടിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ട്യൂണയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴട്ടിയെടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ചോറ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുക. ഇതേ പാത്രത്തിലേക്ക് തന്നെ മസാല ഐറ്റംസ് ആയ കറുവപ്പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പു, കുരുമുളകും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിളച്ചു വരുമ്പം കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് വേണേലൊന്ന് തുറന്ന് വെള്ളം വറ്റിപ്പോയെന്നൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഏതായാലും കറക്റ്റ് ആയിരുന്നു. ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് മസാല ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് കൂടി ഇട്ട് അത് ഫുൾ ഒന്ന് നിരത്തി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഇട്ട് കുറച്ച് നെയ്യ് കൂടി ഇട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സംഭവം റെഡി.